എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു. മക്കേ ഉറൂസ് അഥവാ മുക്കാവിർ കാസിൽ സ്നാപക യോഹന്നാന്റെ തല വെട്ടിയ ഇടം ജോർദാനിലാണ്. ജോർദാൻ നദി ചാവുകടലിൽ ചേരുന്നിടത്ത് നിന്ന് 25 കിലോമീറ്റർ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്താൽ മൗണ്ട് നെബോയിൽ നിന്ന് ഏകദേശം 40 മിനിറ്റ് തെക്കോട്ട് യാത്ര ചെയ്താൽ നമ്മൾ എത്തുന്നിടം. അവിടെ ബെഡുവിൻസിന്റെ ചായക്കടയുണ്ട്. അവിടെ ഇരുന്നൊരു ചായയൊക്കെ കുടിച്ച് താഴോട്ടിറങ്ങി നോക്കിയാൽ അതിമനോഹരമായിട്ടുള്ള ഒരു കുന്ന് കാണും. ചാവുകടല് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ. ചാവുകടലിൽ നിന്ന് ഏകദേശം 1100 മീറ്റർ ഉയരമുണ്ട് ഈ കുന്നിന്. ഇതാണ് മുക്കാവീർ കോട്ട. 104 ഹസ്മൊണയൻ രാജാവായിരുന്ന അലക്സാണ്ടർ യാനയൂസ് ആണ് ആദ്യമായിട്ട് ഈ കോട്ട പണിയുക. കാരണം അവിടെ നിന്ന് അങ്ങോട്ട് കിഴക്കോട്ട് അറേബ്യയാണ്. ആ ഭാഗത്തെ മുഴുവൻ സംരക്ഷിക്കാനുള്ള കോട്ടയാണിത്. പിന്നീട് പൊംപെയുടെ സൈന്യം ആക്രമിച്ചു വരുമ്പോൾ ഗബീനിയൂസ് പൊംപെയുടെ ജനറൽ 57 തകർക്കുന്നു. വീണ്ടും മഹാനായ ഹെറോദോസ് ചക്രവർത്തി 30കളിൽ ഈ കോട്ട പുതുക്കി പണിയുന്നു. ഹെറോദോസ് രാജാവിന് ശേഷം അദ്ദേഹത്തിന്റെ മക്കൾക്ക് രാജ്യം വിഭജിച്ചതിൽ ഗലീലിയുടെ തെത്രാർക്കായിരുന്ന അന്തിപ്പാസിനാണ് ഈ കോട്ട ലഭിക്കുക. 4 മുതൽ 39 വരെ അന്തിപ്പാസ് ഇത് ഭരിക്കും. അതിനുശേഷം അഗ്രിപ്പ 1 44 വരെ. ഇന്ന് നമ്മൾ നടന്ന് ഈ കുന്നിലേക്ക് കയറിയാൽ കാണുക പഴയ ആ കോട്ടയുടെ അവശിഷ്ടങ്ങള്, കോർട്ട്യാർഡ്, ബാത്തുകള്, സിസ്റ്റേണുകള് ഒക്കെ. 2014 ഹംഗേറിയൻ ആർക്കിയോളജിക്കൽ സ്കൂളിന്റെ സഹായത്തോടു കൂടി പഴയ തൂണുകൾ, ഡോറിക് തൂണും ഇയോണിക് തൂണും അവിടെ റീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. മനോഹരമായുള്ളൊരു ദൃശ്യം. പക്ഷെ ഇവിടെ നമ്മൾ ഓർക്കുന്ന രംഗം, നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ പറയുന്നത് പോലെ മരുഭൂമിയിലേക്കൊരു റൈഡിന് പോകുന്നു എന്ന് പറയുന്നത് പോലെ, അന്ന് അന്തിപ്പാസ് തന്റെ നേതാക്കന്മാർക്കും അയൽപ്പക്കത്തുള്ള രാജാക്കന്മാർക്കുമൊക്കെയായിട്ട് വിരുന്നൊരുക്കിയ കോട്ട, മരുഭൂമിയുടെ നടുക്കുള്ള കോട്ട. ഇവിടെയാണ് ഹെറോദിയാദെ അവളുടെ മകളായിട്ടുള്ള സലോമി നൃത്തം ചെയ്ത് രാജാവിനെ പ്രീതിപ്പെടുത്തുന്നതും നീ എന്തു ചോദിച്ചാലും ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്യുന്നതും അതിന്റെ ഭാഗമായി അമ്മയോട് ചോദിച്ച് മകൾ യോഹന്നാന്റെ തലവെട്ടി ഒരു തളികയിൽ തരണമെന്ന് ആവശ്യപ്പെടുന്നതും ഒക്കെ ഓർക്കുക ഈ മുക്കാവീർ കോട്ടയിലാണ്. സത്യത്തിന് സാക്ഷ്യം വഹിച്ചവൻ, ഏത് പ്രതിസന്ധിയിലും ധീരതയോടെ നിലനിന്നവൻ, വഴികാട്ടാൻ വന്നവൻ വഴിമാറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ചരിത്രം മാറുമായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ജീവിത ദൗത്യം നിർവഹിക്കുമ്പോൾ വഴിമാറിപ്പോകാതെ നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ദേശത്തിന് അത് അനുഗ്രഹമായിട്ട് മാറുക. ചരിത്ര താളുകളിൽ അത് സുവർണലിപികളിൽ എഴുതപ്പെടുക. പ്രതിസന്ധികളിൽ തളരാത്ത, പ്രതിബന്ധങ്ങളിൽ തകരാത്ത ഉറച്ച വിശ്വാസത്തോടുകൂടി സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൗത്യനിർവഹരാകുവാൻ യോഹന്നാൻ നമ്മെ മാടി വിളിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിന്നിൽ വാഴും.